ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണ് എന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, ഒരു 3 മാസത്തിന് ശേഷം ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വ്ളോഗായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, അപ്പോൾ കുക്കിംഗ് വ്ളോഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്നതും പിന്നെ ഒരു വൻപയറിൻ്റെ ഒരു ഒരു കറി ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് കിട്ടുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോക്ക് പോകട്ടോ. അപ്പോൾ പറഞ്ഞ വീഡിയോ ഒക്കെ കുറച്ച് അങ്ങെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വൻപയറിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ വൻപയറൊക്കെ ഞാൻ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി സവാളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോ ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കട്ടെ, വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായയൊക്കെ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ടെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഈ വൻപയറിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇടയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കറികൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ട് ഇതിനെ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഞാനിതൊക്കെ ചതക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചതക്കി എടുത്തിട്ട് അപ്പോൾ ഞാനത് ഈ കുക്കറിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, പിന്നെ ഇപ്പം പറയുക, ഇത് വൻപയറിൻ്റെ കറി ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ഒരുപാട് കാലമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇതിക്കിടണമല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നതാട്ടോ. വീഡിയോ ഒക്കെ ചെയ്യാനില്ലേ ഇതൊക്കെ പോയിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റൊക്കെ പഴയ മാതിരി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇതിലേക്ക് ഇടട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ. അപ്പോൾ വൻപയർ ഞാൻ ഉണ്ടാക്കുന്ന കറി എങ്ങനെയെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒക്കെ വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ വാട്ടി വെച്ച ടൊമാറ്റോ ഇതൊക്കെ ഇതിൽ നന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പില കഴുകി ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി വൻപയർ നന്നാക്കി കഴുകി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് പിന്നെ എല്ലാ മസാലകളും ചേർത്തി കൊടുക്കുക. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് കഴുകി ഒഴിച്ചെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ വൻപയർ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ മസാലകൾ ഏതൊക്കെ മസാലകളെ ചേർത്തുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും അധികം ഇടുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ പറയാറുണ്ടല്ലോ, മല്ലിപ്പൊടി 2-3 സ്പൂൺ ഇടും. പിന്നെ മുളക് പൊടി പച്ചമുളക് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ജിതുമോനൊന്നും വല്ലാതെ എരിവ് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറേശ്ശെ ഞാൻ മുളക് പൊടി ഇതൊക്കെ ഇടലുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, അധികം വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഞാൻ ഈ കുക്കർ മൂടി വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ മസാലകളും ആദ്യം ചേർത്തി കൊടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ എല്ലാ മസാലകളും ചേർത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി കുക്കർ അടിച്ചു വെക്കട്ടോ. ഒരു 3-4 വിസിലടിച്ചിട്ട് നമുക്കിത് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ട് ഞാൻ എന്തായിട്ട് ചെയ്യുന്നത് വെച്ചാൽ അപ്പുറത്തെ സ്റ്റൗമ്മക്ക് മാറ്റി വെക്കട്ടോ. ഒന്നാമത് ഇനി ഇപ്പുറത്ത് തന്നെ വെച്ചാൽ അപ്പുറത്ത് ഓട്ടട ചുടുന്നത് വീഡിയോയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഇവിടെ ഓട്ടട ചുടാൻ കേട്ടോ. ഒന്നുകൂടി ഒന്ന് കർമ്മയ്ക്ക് ശരിയാക്കി എടുക്കാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ഓട്ടട ചുടണം. അപ്പോൾ ഏതായാലും കുക്കറൊക്കെ ഇപ്പോൾ വിസിലടിക്കൂട്ടോ. ഇപ്പോൾ 2-3 വിസിലടിച്ചിക്കണ് ഞാൻ വരുമ്പോൾ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടടത്തിൽ അരി ഇതൊക്കെ കഴുകാൻ പോയതിൻ്റെ ഇടയിലാണ് ഒരു വിസിലടിച്ചത്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനത്തെ ഇതാണ്. അപ്പോൾ ഞാനിത് സിമ്മിലിട്ടേക്കുക. അപ്പോൾ അരി കഴുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് തേങ്ങ ചരക്കിയതും കുറച്ച് ആവശ്യത്തിനുള്ള ചോറും ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടുണ്ട് വരട്ടോ.
അപ്പോൾ ഇതാ ഓട്ടടൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനിയൊരു എന്താണ് പാത്രത്തിലേക്ക് മാറ്റിട്ടോ. എന്താണ് ഈ ഒരു മാവ് ഇങ്ങോട്ട് പാകത്തിന് എന്താണ് വെച്ചാൽ മാവ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്തിയിട്ട് കുറച്ച് ഓയിൽ വേണമെങ്കിൽ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ ഓയിലും ചേർത്തി കൊടുത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം ഞാനിത് ചുടുന്നത് വെച്ചാൽ ഓട്ടട ചട്ടിയിലല്ല കേട്ടോ, മണ്ണിൻ്റെ നമ്മളെ ആ ചട്ടിയിലല്ല ഞാൻ ചുടുന്നത്. ഞാൻ സാധാരണ അപ്പച്ചട്ടിയിലാണ് കേട്ടോ. മൺചട്ടിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു മുൻപ് വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ അയിമക്കൊന്നും പിന്നെ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഇതിനോടെ കൊണ്ട് ഒപ്പിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നീണ്ട് പോയിട്ടോ. അപ്പോൾ അതായാലും വേണ്ട. അപ്പം ഇങ്ങനെയും എന്താണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പക്ഷേ മൺചട്ടിയിൽ ചുടുന്ന ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും കറി കൂട്ടുമ്പോൾ അത് നല്ല എന്താണ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ മാവ് ഒക്കെ എന്താണ് ഉപ്പൊക്കെ പാകാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടി ഇതാ ഒന്ന് വെള്ളം പാർന്ന് കേട്ടോ. അപ്പോൾ ചട്ടി ഒന്ന് നമ്മൾ സാബുൻ തേച്ചോ അങ്ങനെ കമ്പിച്ചേരിട്ടോ അങ്ങനെ സോപ്പിട്ടോ ഒന്നും കേൾക്കിയതിട്ടോ. അപ്പോൾ എന്താണ് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഓയിൽ പുരട്ടി വെക്കുക. പിന്നെ ഒന്ന് പിറ്റേന്ന് എടുക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ കേൾക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒക്കെ പിന്നെ ഓയിൽ പുരട്ടുക. എന്നിട്ട് അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് ചട്ടി കേടരാതെ വെക്കുക. പിന്നെ എന്താണ് അപ്പൊക്കെ ചുട്ടാലും കിട്ടുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് അതിലത്തെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വല്ലാതെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് വെള്ളം പാകാക്കിയിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതാ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്യുന്നു. അപ്പോൾ ഓയിൽ എന്താണ് തേച്ച് നന്നാക്കി ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഓട്ടട കേട്ടോ. ഓട്ടടൻ്റെ മാവ് അപ്പച്ചട്ടിയിലാണ് ചുടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ദോശ എന്ത് വേണമെങ്കിലും പറയാം. ഓട്ടട ദോശ അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാ ഇനി ഇത് മൂടി വെക്കാം കേട്ടോ. അപ്പം ഇനി പിന്നെ മോള് മദ്രസക്ക് പോകാൻ നേരത്ത് വേഗം ചെയ്യുക. അപ്പോൾ അവിടേക്ക് ഒന്നുകൊണ്ട് ഇരിക്കട്ടെ. അപ്പോൾ അതാ ഫസ്റ്റിൽ നമ്മുടെ ദോശ ഇവിടെ ആയിട്ടുണ്ട്. സോറി ഓട്ടട. അപ്പോൾ അങ്ങനെ കുറച്ച് ഓട്ടട ചൂടായിട്ടെ ഞാൻ. അങ്ങനെ ഓട്ടടപ്പം അങ്ങനെ ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം മാവിടെ ചുട്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇനി വരുമ്പോഴേക്ക് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ മദ്രസ ഇട്ടെന്നാലും അവൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവളൊക്കെ എഴുന്നേറ്റ് വന്ന് അവളൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ് അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ട. അപ്പോൾ കൂടെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മളെ വൻപയറിൻ്റെ സൂപ്പർ ടേസ്റ്റ് നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആദ്യം വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം ചേർക്കാതെ അങ്ങനെ ഒരു ഉപ്പിലേക്ക് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി പിന്നെ ഇത് തേച്ചാൽ പിന്നെ തേയില വിചാരിച്ചപ്പോൾ കുറച്ച് വെള്ളം ചേർത്തി. അപ്പോൾ പിന്നെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് തന്നെയാണ് പറയുക. പക്ഷേ കറിയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ആർക്കും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇറങ്ങില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാവിലെ ഏതായാലും കറി ഉണ്ടാക്കിയിട്ടാണ് പിന്നെ എന്താണ് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം അങ്ങനെ സമയമില്ലാതെയൊക്കെ അങ്ങനെ പോയിട്ട് പിന്നെ അതൊന്നും ആ ഒരു സമയത്തൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സൂപ്പർ ടേസ്റ്റി വൻപയറിൻ്റെ കറി. ഇപ്പോൾ വൻപയറിൻ്റെ കറികൾ കണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഓട്ടടിയൊക്കെ ഇതാക്കാണ്. അപ്പോൾ ഏതായാലും മിന്നക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. എന്നിട്ട് അവളെ പറഞ്ഞയച്ചിട്ട് വേണം അടുത്ത പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ. ഒരുപാടുണ്ട് സൗകര്യം കാര്യങ്ങളൊക്കെ. അപ്പോഴിതാ നിനക്ക് ഭക്ഷണം കൊടുക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ വൻപയറിൻ്റെ സൂപ്പർ ടേസ്റ്റി കറിയും ഓട്ടടയും ചായയും ഒക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ അങ്ങനെ അവൾക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കഴിച്ചു. കറിയൊക്കെ തന്നെ വെക്കാതെ പിന്നെ അങ്ങനെ കഴിച്ചിട്ടോ.
അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ നിങ്ങൾ ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ അത് അറിയിക്കുക. അപ്പോൾ അതാ അവൾക്ക് കൊടുക്കുകയാണ്. കൂടെ ഞാനും അവൾക്ക് ആദ്യം കൊടുത്തിട്ട് കൂടെ ഞാനും കഴിക്കട്ടെ വിചാരിച്ചിരുന്നു. അവളൊക്കെ പോയിട്ടാകുമ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആവും. പിന്നെ സൺഡേയിൽ അപ്പോൾ കുറച്ചിൻ്റെ എന്താ മദ്രസ് തുടങ്ങുക വെച്ചാൽ 8 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ ഏതായാലും പിന്നെ അത്ര നേരം നിൽക്കാല്ലേ ഒരു ഇതൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ജിതുമോൻ പിന്നെ ഉണർന്ന് വരുമ്പോഴേക്കല്ലേ അപ്പോൾ തന്നെ ചുട്ടും കൊടുക്കാൻ വിചാരിച്ചു. അവൻ ഏതായാലും ഉണർന്നിട്ടില്ല. അവൾ പോയി കുറച്ചും കഴിഞ്ഞാൽ അവന് വന്നിട്ട്. അപ്പോൾ അതാ ഞാനും മിന്നമോളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.